ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു another എപ്പിസോഡ്. ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെയാണ് ഡെയിലി ഹീൽ ചെയ്യുക, എങ്ങനെ നമ്മുടെ ഫീലിങ്സ് റിഫ്രഷ് ചെയ്യുക. അതിന് വേണ്ടിയുള്ള രണ്ടല്ല ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. അതിന് ടൈറ്റിൽ പറയുന്ന പോലെ ഷെയർ ദ തിങ്സ്. അതായത് ഒരു ദിവസം അന്നത്തെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു ടൈം കണ്ടെത്തുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് തോന്നാം അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ദിവസം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ല, ഒരു നോർമൽ ഡേ പോലെ ആയിരിക്കാം. പക്ഷെ നോർമൽ ഡേയിലാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസോ ഒത്തിരി ക്ലാരിറ്റി കുറവോ ഒരു വ്യക്തിയോട് നമ്മൾ പറയാൻ നേരത്ത് അത് ക്ലിയർ ആവും. അപ്പം അതിനു വേണ്ടി പാരനാന്ന് ചോദിക്കാച്ചപ്പോൾ നമുക്ക് നിങ്ങളെ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ ഓഫ്കോഴ്സ് പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്ന കൊളീഗ്സോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പാരൻസോ ധൈര്യം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒത്തിരി പറയാൻ കാണും. ആ ഒത്തിരി പറയുന്ന നേരത്ത് അവർ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് റെഫ്രഷ് ചെയ്യും. നമുക്ക് ഒരാളോട് ആ ഒരു വീഡിയോ പറയാൻ നേരത്ത് ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ ചെയ്ത കാര്യവും ക്ലാരിറ്റി ഉണ്ടോയെന്ന് ഞാൻ കേട്ട് നോക്കുമ്പോഴേ മനസ്സിലാവും. അപ്പം പറയുമ്പോൾ നമ്മൾ അറിയാതെ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഷെയറിങ് പറയുന്നത് ഒരു സില്ലി ആയിട്ടൊരു കാര്യം തോന്നും, സില്ലി ആണെന്ന് തോന്നും, ബട്ട് ഇറ്റ്സ് എഫക്റ്റ് എ മോർ. കൗൺസിലിനും അത് തന്നെയാണ്. പക്ഷെ ഷെയർ ചെയ്യാൻ നേരത്തും കേൾക്കാൻ ഒരാളും, അതും എമ്പത്തറ്റിക്കായിട്ട് ജഡ്ജ്മെൻ്റലായിട്ട് ഒരാളുണ്ടെങ്കിൽ എത്ര സുഖകരമായിട്ടൊരു കാര്യമായിരിക്കും. സോ ജസ്റ്റ് ബി എ ഗുഡ് ഷെയർമെൻറ്റ്. അതായത് ഒരു വ്യക്തിനോട് ഇപ്പോൾ നമ്മൾ ദിവസം ഇപ്പോൾ ആരോടും പറയാൻ കിട്ടിയില്ലെങ്കിൽ സെൽഫ് ടോക്ക്, നമ്മൾ തന്നെ കുറിച്ചിട്ട് നമ്മൾ റൂമിലാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോളോ വീട്ടിൽ തന്നെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൈവസി ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങളൊന്ന് സംസാരിക്കുക, കേൾക്കാൻ നിങ്ങൾ തന്നെ ഉണ്ടാവും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രഷ്മെൻ്റ് ഉണ്ടാവും, ക്ലാരിറ്റി കാണും, ആൻഡ് be fresh from the feelings and clear the thought. സോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. ദിസ് ഇസ് രാജി സൈനിങ് ഓഫ്.